ഹലോ ഹായ്. ഇഡ്ലി ചട്നി എങ്ങനെ നാളികേരമില്ലാതെയും ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം പാൻ ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 സ്പൂൺ സാമ്പാർ പരിപ്പ്, അതായത് തുവരപ്പരിപ്പ് 2 സ്പൂൺ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം സബോള 1, ഒരു തക്കാളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് വറ്റൽമുളക്, ആവശ്യത്തിനുള്ള പുളി, ഇവയെല്ലാം മാറ്റി വെച്ച ശേഷം നമുക്ക് ഉഴുന്നുപരിപ്പും തുവരപ്പരിപ്പും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമുക്ക് സബോള ആഡ് ചെയ്യാം. ഒരു സബോളയാണ് ആഡ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ശേഷം തക്കാളി, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട്, അതായത് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവയെല്ലാം ചേർത്തൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് പുളി ചേർത്ത് നന്നായി അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് വറുത്തിടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ്, ചട്നിയുടെ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. പുളി ആവശ്യത്തിന് മതി. അതിയായാൽ നമുക്ക് പുളി കൂടുതലുള്ള പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് പാകത്തിനുള്ള ചട്നി കിട്ടിയിട്ടുണ്ട്. 2 ബൗളിൽ ചട്നി കിട്ടിയതാണ് ഇപ്പോൾ നമുക്കിവിടെ കണ്ടിരുന്നത്. ഒരു ബൗൾ നമുക്ക് വേണമെങ്കിൽ രാത്രിയിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇഡ്ലിയുടെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. ബട്ടർ ഇഡ്ലിയാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതിനൊപ്പം സാമ്പാറും സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു. നന്ദി, നമസ്കാരം.